ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് ഒരു വലിയ ഒരു ഇതെന്ന് പറയാനായിട്ട് വലിയ ആൾക്കാരാണ് അവരുടെ കൂടെ നമുക്ക് സത്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ വീട്ടിൽ നിന്ന് വരെ ഒരു ചാൻസും ഇല്ല ഇത്. പിന്നെ വീട്ടിൽ നിന്ന് പോയൊരു വ്യക്തിയാണ്, ഒരു കുഴപ്പമില്ലാതെ പോയ വ്യക്തിയാണ്. പിന്നീടാണ് ഇത് കൊണ്ടാവുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ വേറെ എന്ത് പറയാൻ പറ്റും? വേറെ ഒരു സ്ഥലത്തും പോയിട്ടില്ല. കാരണം മരിച്ച എൻ്റെ ചേച്ചിയല്ലേ, വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഈ അണുബാധ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയാമെന്നുള്ള കാര്യമാണ്. പിന്നെ ആദ്യം പറഞ്ഞ സെയിം അല്ലേ ഇപ്പോഴും നടന്നത്, വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താണ് ഡിഫറെൻറ്റ്? ആശുപത്രിയിൽ നിന്നാണ് എന്നുള്ളതായിരുന്നല്ലോ ബന്ധുക്കളുടെ ഒരു പരാതി. പക്ഷെ ആശുപത്രിയിൽ നിന്നാണെന്ന് പറയാനാകില്ല. ആകില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആവട്ടെ, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. എവിടെ നിന്നാണ് അണുബാധ എന്നുള്ളത് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് വരെ ഒരു ചാൻസും ഇല്ല ഇത്. പിന്നെ വീട്ടിൽ നിന്ന് പോയൊരു വ്യക്തിയാണ്, ഒരു കുഴപ്പമില്ലാതെ പോയ വ്യക്തിയാണ്. പിന്നീടാണ് ഇത് കൊണ്ടാവുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ വേറെ എന്ത് പറയാൻ പറ്റും? വേറെ ഒരു സ്ഥലത്തും പോയിട്ടില്ല. പ്രസവ സമയത്ത് SCT തന്നെ കിട്ടിയതാണെന്ന് തന്നെയാണ് നിങ്ങൾ എപ്പോഴും കരുതുന്നത്? അല്ലെങ്കിൽ അവരെ തെളിയിക്കട്ടെ. ആശുപത്രിയിൽ തന്നെ സംഭവിച്ചതാണ്, ആശുപത്രിയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെ. അല്ലാതെ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടുമെന്ന് പറയാൻ നമുക്ക് വേറെ സ്ഥലം അറിയില്ല. നമ്മൾ വേറെ എവിടെയും പോയിട്ടുമില്ല. അതാണ് ഈ ആശുപത്രിയുടെ ഈ അന്വേഷണ സമിതി പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം ആശുപത്രി പാലിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൃത്തിയും അത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കര നീറ്റാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വിദഗ്ധ സമിതിയുടെ. അപ്പോൾ ഈ അണുബാധ എവിടെ നിന്നാണ് വന്നത്? അതാണ് പ്രശ്നം. അനുഭവത്തിൽ എങ്ങനെയാണ്? അനുഭവത്തിൽ ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷയാണ്, റിപ്പോർട്ട് ഇങ്ങനെയൊക്കെ വരുള്ളൂ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആശുപത്രി പരിസരത്തെ കുറിച്ചും മറ്റൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഇതെന്താണ്? ഞങ്ങൾക്ക് എന്താണ്, കാരണം ഇതിപ്പോൾ എൻ്റെ ചേച്ചിയുടെ മാത്രമല്ല, അല്ലാതെ വേറെ ഒരുപാട് ന്യൂസ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് നടന്നത് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് ഒരു വലിയ ഒരു ഇതെന്ന് പറയാനായിട്ട് വലിയ ആൾക്കാരാണ് അവരുടെ കൂടെ നമുക്ക് സത്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ തീരുമാനം എന്താണ്? തീരുമാനം സത്യം എന്താണെന്ന് അറിയുന്നവരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. ഇപ്പോൾ തെളിയിക്കാറായിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, തെളിയിക്കാറാവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ആരോഗ്യമന്ത്രി നേരിൽ കാണാൻ ശ്രമിക്കുന്നുണ്ടോ പരാതി കൊടുക്കാനുള്ള? പരാതി കൊടുത്ത് നോക്കാം. എന്തായാലും അവിടെയും ഞങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കണം. അതായത് ഞങ്ങൾക്ക് പോസിറ്റീവായിരിക്കും ഞങ്ങൾ വിചാരിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും കുഞ്ഞിൻ്റെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും അന്വേഷണം മറ്റോ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ആരും സംസാരിച്ചിട്ടില്ല? വേറെ അങ്ങനെ ആരും വന്നിട്ടില്ല. ആരോഗ്യവകുപ്പ് ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തി? ആരൊക്കെയും എൻ്റെ അളിയൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു. ആരെന്നൊന്നും അറിയില്ല, അത് ഞാൻ ചോദിച്ചിട്ടുമില്ല. അറിയില്ല, അവിടെ വേറെ ആരൊക്കെയോ വന്ന് ഹോസ്പിറ്റലിൽ വന്നേക്ക് തിരക്കിന്ന് പറഞ്ഞു, അത് മാത്രം അറിയാം. നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ട്, ഹോപ്പ് ഉണ്ട്. അതുവരെ പോരാടാൻ തന്നെയാണോ തീരുമാനം? കാരണം മരിച്ച എൻ്റെ ചേച്ചിയല്ലേ, വിട്ടുകളയാൻ പറ്റില്ലല്ലോ.